ലോക ചരിത്രം നമ്മൾ ഇങ്ങനെ പരിശോധിച്ചാലേ ഉമ്മാര് നോക്കിയ കുട്ടികളാണ് വലിയ മഹത്തുക്കളായി മാറിയത്. ഉമ്മാര് നോക്കിയ കുട്ടികളാണ് വലിയ മഹത്തുക്കളായിട്ടുള്ളത്. ചരിത്രം ഇങ്ങനെ പരിശോധിച്ച് നോക്കാം നമുക്ക്. മൂസാ നബി അലൈഹി ഇസ്ലാമിനെ ഉമ്മ നോക്കിയതാണ്. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ഉമ്മ നോക്കിയതാണ്. സയ്യിദുനാ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ ഉമ്മ നോക്കിയതാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വാപ്പ ചെറുപ്പത്തിൽ മരിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബിയുടെ വാപ്പാനെ കുറിച്ച് ഖുർആനിൽ കാണുന്ന എല്ലാ പരാമർശങ്ങളും എളാപ്പാനെ പറ്റിയാണ്, എളാപ്പാനെ കുറിച്ചാണ്. വാപ്പാ നിങ്ങൾ എന്തിനാണ് ശൈത്താനെ ഇബാദത്ത് ചെയ്യുന്നതെന്ന് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം ചോദിച്ചത് സ്വന്തം വാപ്പാനോടല്ല, എളാപ്പാനോടാണ്. എളാപ്പാനെ വാപ്പ എന്ന് വിളിക്കുന്ന പതിവുണ്ട്. ആ പതിവനുസരിച്ചാണ് വാപ്പ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഉമ്മയാണ് നോക്കിയിട്ടുള്ളത്. എന്തിനാ അങ്ങോട്ടൊക്കെ പോണത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഉമ്മയെ നോക്കിയത്, വാപ്പ നോക്കിയിട്ടില്ല. നബി തങ്ങൾ ഗർഭം ധരിച്ച സമയത്തു തന്നെ നബി തങ്ങളുടെ പിതാവായ അബ്ദുള്ള റളിയല്ലാഹു അൻഹു വഫാത്തായിരുന്നു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാതാവായ ആമിന ബീവിയാണ് നോക്കിയത്. അതും 6 വയസ്സ് വരെ മാത്രമാണ് നോക്കിയിട്ടുള്ളത്. മര്യാദക്ക് നോക്കുകയാണെങ്കിൽ 6 വയസ്സ് വരെ നോക്കിയാൽ മതി എന്നതിന് മനസ്സിലാവും. മര്യാദക്ക് നോക്കുകയാണെങ്കിൽ 6 വയസ്സ് വരെ നോക്കിയാൽ മതി, അതിലധികം നോക്കേണ്ടി വരില്ല. അതുകൊണ്ട് ഉമ്മ നോക്കിയല്ല, ഞാൻ അവിടുന്ന് താഴത്തെ കുറിച്ചാലും അങ്ങനെ തന്നെയാണ്. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ഉമ്മയാണ് നോക്കിയത്. സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിനെ ഉമ്മ നോക്കിയതാണ്. കളവ് പറയല്ല എന്നുമ്മ ചൊന്നാരേ, കള്ളന്റെ കയ്യില് പൊന്ന് കൊടുത്തോവര് നോക്കിയതാണ്. ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹുവിനെ ഉമ്മ നോക്കിയതാണ്. അഹ്മദ് അൽ ബദവി റളിയല്ലാഹു അൻഹുവിനെ ഉമ്മ നോക്കിയതാണ്. താഴത്ത് കുടിച്ചാലും മേലെ കുടിച്ചാലും ഒക്കെ ഉമ്മാരെ നോക്കിയ കുട്ടികളാണ് ചരിത്രത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ആളുകൾ എന്ന് കാണാൻ വേണ്ടി പറ്റും. അപ്പോ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ ഉമ്മയെ നോക്കിയത്, ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ ഉമ്മയെ നോക്കിയത്, ബഹുമാനപ്പെട്ട ഇമാം അൽ ഹറമൈനി റളിയല്ലാഹു അൻഹുവിനെ ഉമ്മയെ നോക്കിയത്, അങ്ങനെ പറയുകയാണെങ്കിൽ കുറെ. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇസ്മായിലുൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ ഉമ്മ നോക്കിയതാണ്. നോക്കിയെന്ന് മാത്രല്ല, ഒരുമാതിരി നോക്കലായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ കണ്ണ് കണ്ടിരുന്നില്ല ബുഖാരി ഇമാമിന്, കണ്ണ് കാണാത്ത ആള്. ഉമ്മ തോരന്ന് 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 കണ്ണിന്റെ കാഴ്ച കിട്ടിയിട്ട് 40,000 പണ്ഡിതന്മാരെ നേരിൽ കണ്ട് ഇൽമ നേടിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. ഞമ്മക്ക് എത്ര ഉസ്താദന്മാരുണ്ട്? 4 ആള് തേച്ചുണ്ടാവില്ല, 3.5 ഉണ്ടാവുള്ളൂ. കാരണം എന്താ? 4ാം ക്ലാസ്സിൽ ജയിച്ചേക്കിന് പോകുന്നേ 3.5 ക്ലാസ്സിൽ സർട്ടിഫിക്കറ്റ് ഉള്ളത്. അതുകൊണ്ട് 3.5 ഉസ്താദ് ഉണ്ടാവുള്ളൂ. 40,000 ഉസ്താദുമാരാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്. ജന്മന കണ്ണ് കാണാത്ത മനുഷ്യനായിരുന്നു. ഉമ്മ തോർന്നിട്ട് കണ്ണിന് കാഴ്ച കിട്ടിയതാ. മക്കൾക്ക് വേണ്ടി നമ്മൾ പലപ്പോഴും ദുആ ചെയ്യാറ് പോലും ഇല്ല എന്നതാണ് ശരി. ദോർക്കാൻ വയലൊക്കെ 10 ഉറുപ്പിക കൊടുക്കും. 10 ഇപ്പൊ സുലഭമായി കിട്ടുന്നതുകൊണ്ട് കൊടുക്കാലോ, ധൈര്യ സമേതം കൊടുക്കാം, മജ്ലിസ് നൂർക്കൊക്കെ കൊടുക്കാം, 10 ഉറുപ്പിക, ഒരു പ്രശ്നമില്ല. ഒന്ന് ഒഴിഞ്ഞിരുന്ന് സുബഹിക്കാരം കഴിഞ്ഞിട്ട് തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ട് ഒന്ന് കുട്ടികൾക്ക് വേണ്ടി ദോരക്കാന്, ഓൽക്ക് പരീക്ഷ ഉള്ള അന്നെങ്കിലും ഒന്ന് ദോരന്ന് കൊടുക്കാന് നമുക്ക് പറ്റില്ല. അതൊക്കെ വലിയ കാര്യമാണ്, നമ്മളാരും ചെയ്യലില്ല. നമുക്ക് അതിനൊന്നും നേരമില്ല. എന്നിട്ടോ കുട്ടികൾ സ്വാലിഹാവും വേണം, രണ്ടും കൂടി നടക്കൂല. എങ്കിൽ നമ്മള് നേരങ്ങത്തിലാക്കണം, എന്നാ ഒരു നേരാവും. അല്ലെങ്കിൽ പിന്നെ പോണ മാതിരി പൊയ്ക്കോട്ടെ എന്ന് നോക്കണം. നന്നാവണമെങ്കിൽ നമ്മൾ നന്നാക്കിയാൽ തന്നെ നന്നാവുള്ളൂ, വാപ്പിയമ്മയെ നന്നാക്കിയാൽ തന്നെ നന്നാവുള്ളൂ. മക്കൾ എന്ന് പറഞ്ഞത് നാളെ സ്വർഗത്തിലേക്കുള്ളതാണെന്നും നരകത്തിൽ ചാടാതിരിക്കാൻ ശഫാഅത്ത് ചെയ്യാനുള്ളതാണെന്നും ഉള്ള ബോധം നമുക്കുണ്ടാവണം. അപ്പോൾ വിജയിക്കാൻ പറ്റും. ഇബ്രാഹിം നബി തോരുന്നൊരു ദുആ ഉണ്ട്. റബ്ബി ലാ തുഖ്സിനി ഹീന യുബ്അസുൻ യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം.
നാളെ ബീസത്തിന്റെ നാളിൽ അല്ലാഹുവേ എന്റെ മക്കളെ കാരണത്താൽ നീ എന്നെ ടെൻഷനാക്കരുത് റബ്ബേ. മക്കളെ കാര്യത്തിൽ ഏറ്റവും പ്രയാസപ്പെട്ട ഒരു മനുഷ്യനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. കാരണം മഹാനവറുകൾക്ക് ആദ്യം കുട്ടികളുണ്ടായിരുന്നില്ല, പിന്നെ ഒരു കുട്ടി ഉണ്ടായി ഇസ്മായിൽ അലൈഹിസ്സലാം. അത് മക്കത്ത് കൊണ്ടാക്കാൻ പറഞ്ഞു, അറുക്കാൻ പറഞ്ഞു. സയ്യിദുനാ ഇസ്മായിൽ അലൈഹിസ്സലാം പക്ഷെ ആ വേവലാതി മഹാനവറുകൾ പറയുന്നില്ല. മഹാനവറുകൾ പറഞ്ഞത് എന്താ? പഠിച്ചോനെ ഇവിടെ എങ്ങനെ ആയാലും വേണ്ടില്ല, റബ്ബിലാ തുഹ്സിനി ഹീന യുബഅസു യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അല്ലാഹുവേ നാളെ മഹ്ശറയിൽ ചെല്ലുന്ന സമയത്ത് മക്കളെ കാരണത്താൽ നീ എന്നെ ടെൻഷനാക്കരുത് റബ്ബേ എന്ന് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്തിട്ടുണ്ട്. അവിടുന്ന് ടെൻഷനാവാൻ പാടില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മക്കൾ രക്ഷപ്പെടാൻ പറഞ്ഞാൽ ദുനിയാവിൽ രക്ഷപ്പെടൽ മാത്രമല്ല, നാളെ ആഖിറത്തിൽ രക്ഷപ്പെടാം. ഇബ്രാഹിം നബിന്റെ തന്നെ വേറൊരു ദുആ ഉണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബന ഞങ്ങളുടെ റബ്ബേ ഹബിലന ഞങ്ങൾക്ക് നീ നൽകണമേ മിൻ അസ്വാജിന ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് വദുരിയാതിന സന്താനങ്ങളിൽ നിന്നും ഖുറത അയുനിൻ കണ്ണിന് നനവ് നൽകണമേ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ ഞങ്ങളെ നീ മുത്തഖീങ്ങളുടെ ഇമാമാക്കുകയും ചെയ്യണേ. ഭാര്യ സന്താനങ്ങളിൽ നിന്നുള്ള കണ്ണിന്റെ നനവ് എന്താണെന്ന് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകൾ പറയുന്ന സ്ഥലത്ത് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഭാര്യ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത്, മക്കൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത് നീ കാണുമ്പോൾ നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരലാകുന്നു. മോനെ ഉംറക്ക് പോകാണ് കണ്ട് ഇറങ്ങുമ്പോ അനക്കൊരു കരച്ചിലുണ്ട് വരില്ലേ, അതാണ് മക്കളിൽ നിന്നുള്ള കണ്ണിന്റെ നനവ് എന്ന് റഈസുൽ മുഫസ്സിരീൻ സയ്യിദുനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. വൈകുന്നേരം അങ്ങാടി പോയിട്ട് തിരിച്ചു വരുമ്പോ എന്റെ കുട്ടി ഇങ്ങനെ ഖുർആൻ ഓതുന്നുണ്ട് മുസാഫിൽ നോക്കിയിട്ട്. അമ്മ യതസാഅലൂൻ അനിൻ നബഇൽ അളീം الذي هم فيه مختلفون. അതിങ്ങനെ കേട്ടപ്പോ കണ്ണിൽ ചെറിയൊരു നനവ് ഇങ്ങനെ പൊടിഞ്ഞു. അതിനാണ് ഖുറത്ത് അയുൻ എന്ന് പറഞ്ഞത്. അത് റബ്ബേ എനിക്ക് തരണേന്നാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്തത് എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. വലിയൊരു കാര്യമാണ് ഇത്, വലിയൊരു കാര്യമാണ്. മക്കൾ ദീനിയാവുക എന്നതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വിജയം. എഞ്ചിനീയർ ആയിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, കലക്ടർ ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, ദീനിയാവണം. ദീനിയാകുന്നതോടുകൂടെ വേറെ എന്തായാലും നേട്ടം തന്നെയാണ്. ദീനിയാകാതെ വേറെ എന്തായിട്ടൊരു കാര്യമില്ല, വേറെ എന്തായിട്ടൊരു കാര്യമില്ല. അതുകൊണ്ട് ദീനിയായ ബോധം മക്കൾ കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മക്കളെ വളർത്തുക എന്ന് പറഞ്ഞാൽ തന്നെ 5 കാര്യങ്ങളാണ്. കുട്ടികളെ വളർത്തുക എന്ന് പറഞ്ഞാൽ 5 കാര്യങ്ങളാണ്. 5 കാര്യങ്ങൾ ഉണ്ടാവുമ്പോഴേ കുട്ടികളെ വളർത്തലാവുള്ളൂ. ഒന്നാമത്തെ കാര്യം റിഫ്ത് എന്ന് പറയുന്നതാണ്. തർബിയത്തുൽ ഔലാദ്, പാരന്റിംഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് 5 എണ്ണം. ഒന്ന് റിഫ്ത് എന്ന് പറഞ്ഞാൽ മാർദ്ദവമുള്ള പെരുമാറ്റം. നല്ല മാർദ്ദവമുള്ള നല്ല നിലക്കുള്ള പെരുമാറ്റം വാപ്പാനെയും ഉമ്മാനെയും അടുത്ത് നിന്ന് കുട്ടികൾക്ക് ഉണ്ടാവണം. ആയിഷ ബിയോട് നബി തങ്ങൾ പറഞ്ഞതാണ്, യാ ആയിഷ ഇർഫഖി, ആയിഷ നീ വളരെ നല്ല നിലക്ക്, വളരെ സൗമ്യമായ നിലക്ക് പെരുമാറണട്ടോ. فإن الله تعالى إذا أراد بأهل بيت خيرا دلهم على الرفق حبيبنا رسول الله. ആയിഷ നീ നല്ല നിലയിൽ പെരുമാറിക്കോ, തീർച്ചയായും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇദാ അറാദ ബി അഹ്ലി ബൈത്തിൻ ഖൈറാ, ഒരു വീട്ടുകാരെ കൊണ്ട് ഖൈറിനെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദല്ലഹും അലർ റിഫ്തി, മയമായ പെരുമാറ്റം എന്താണെന്ന് അവർക്ക് അല്ലാഹു പഠിപ്പിക്കുമെന്ന് പുണ്യനബി. ഒരു വീട്ടുകാരെ കൊണ്ട് അല്ലാഹു ഖൈറിനെ ഉദ്ദേശിച്ചാൽ എങ്ങനെ നേരങ്ങത്തിൽ പെരുമാറാന്നുള്ളത് പോലെ ആദ്യം പഠിപ്പിക്കും. ആ ഹദീസ് നേരങ്ങത്തിൽ പെരുമാറാൻ എങ്ങനെയെന്ന് പഠിപ്പിക്കും.
പലപ്പോഴും പെരുമാറ്റാണ് വലിയൊരു പ്രശ്നം. ഒരിക്കലും നബി തങ്ങളുടെ ഹദ്റത്തിൽ വിദൂരമായ മലമ്പ്രദേശത്ത് താമസിക്കുന്ന ഒരു സ്വഹാബി വര്യൻ വന്നു. നമ്മളെ ഭാഷയെ പറഞ്ഞ ഒരു കാട്ടറബി എന്നൊക്കെ പറയാം. ഒരു കാട്ടറബി വന്നു, സ്വഹാബിയാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ കുറെ സമയം ഇരുന്നു. നബി തങ്ങൾ സഹാബാക്കൾ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉപദേശിച്ചു പോകാൻ നേരത്ത് അയാൾക്ക് എപ്പോഴും വരാൻ കഴിയില്ലല്ലോ. അപ്പൊ മൂപ്പരിങ്ങനെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, മദ്ദീനു യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ദീന് എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചു. മൂപ്പർക്ക് അവിടെ പോയി പറഞ്ഞു കൊടുക്കാനാണ്. അപ്പൊ അതിങ്ങനെ ഒന്ന് ചുരുക്കി കിട്ടാൻ വേണ്ടി നബി തങ്ങൾ പറഞ്ഞു, അദ്ദീനു ഹുസ്നുൽ ഖുലുഖി, ദീൻ എന്ന് പറഞ്ഞാൽ സൽസ്വഭാവമാണ് എന്ന് പറഞ്ഞു. മൂപ്പര് പ്രതീക്ഷ പോലുള്ളൊരു മറുപടി ഉണ്ടായില്ല. കുറച്ചും കൂടിയൊക്കെ ഒരു വിശാലായ ഒരു പേജിലുള്ള ഒരു മറുപടി ഒക്കെയാണ് മൂപ്പര്. നല്ല ചെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു ഇരട്ടുള്ളൂ. അങ്ങനെ ആയില്ല. അപ്പൊ കുറെ സമയം അവിടെ തന്നെ ഇങ്ങനെ നിന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഒന്നും കൂടി ഇങ്ങനെ വന്നിട്ട് ചോദിച്ചു, മദ്ദീനു യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ ദീൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചു. വേറൊരു മറുപടി കിട്ടുന്ന കരുതിയത്. പഴയ മറുപടി തന്നെ പറഞ്ഞു, അദ്ദീനു ഹുസ്നുൽ ഖുലുഖി. മൂന്നാം പ്രാവശ്യം വന്ന് ചോദിച്ചു, അപ്പോഴും പറഞ്ഞു അദ്ദീനു ഹുസ്നുൽ ഖുലുഖി. ഇനി വേറൊരു മറുപടി കിട്ടൂലെന്ന് ഉറപ്പായപ്പോ മൂപ്പര് പോകാൻ വേണ്ടി ഒരുങ്ങ. അപ്പൊ ഞാൻ കൈമ പിടിച്ചിട്ട് ചോദിച്ചു, വമാ ഹുസ്നുൽ ഖുലുഖി, സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായോ? പോകാൻ നോക്കുന്നുണ്ടല്ലോ. അതില് പറഞ്ഞു, അള്ളാഹു റസൂലു ആയാലും മനസ്സിലായിട്ടില്ല നബിയെ. അള്ളാഹ്ക്കും അവന്റെ റസൂലിനും അറിയാം, എനിക്കറിയില്ല. അപ്പൊ പറഞ്ഞു കൊടുത്തു, എന്ത്? ലാ തഗ്ളബ് അഹദാ, നീ ആരോടും ദേഷ്യപ്പെടരുത് എന്നതാണ് സൽസ്വഭാവം. സൽസ്വഭാവം എന്താന്ന് ഒറ്റവാക്കിൽ പറഞ്ഞാല് ലാ തഗ്ളബ് അഹദാ, നീ ആരോടും ദേഷ്യപ്പെടരുത് എന്നാണ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ. അതിങ്ങോട്ട് കുടുംബത്തേക്ക് വന്നാല് ഭർത്താവിനോട് ഭാര്യയും ഭാര്യയോട് ഭർത്താവും ദേഷ്യപ്പെടരുത്. ചിലർക്കൊരു വിചാരമുണ്ട്, കുറച്ചൊക്കെ ദേഷ്യം ഇല്ലെങ്കിൽ ആണാവൂല. ദേഷ്യം വരലൊന്നുമല്ല ആണാവാണ്ട അടയാളം. അതിന് വേറെ ചില അടയാളങ്ങളുണ്ട്. ദേഷ്യം വരലല്ല. അതുകൊണ്ട് ലാ തഗ്ളബ് അഹദ, ഇത് പ്രത്യേകിച്ചും വീട്ടിലാണ് പാലിക്കേണ്ടത്. ദേഷ്യം വരാതിരിക്കുക. നമ്മളെപ്പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വൈകുന്നേരം അങ്ങാടി പോവാറുണ്ടായിരുന്നു. അങ്ങാടിയിലൊക്കെ പോയിട്ട് ഇങ്ങ് വന്നാൽ ഇങ്ങനെ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട്, ആയിഷ ഇവിടെ വല്ലതുമുണ്ടോ ആയിഷ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഖദീജ ഇവിടെ വല്ലതും, അല്ലെങ്കിൽ മൈമൂന ഇവിടെ വല്ലതുണ്ടോ, അല്ലെങ്കിൽ റംല ഇവിടെ വല്ലതുണ്ടോ. ഒരു ദിവസം ചോദിച്ചപ്പോ പറഞ്ഞു, നബിയെ ഇവിടെ ഉണങ്ങിയ റൊട്ടിയല്ലാതെ വേറൊന്നുമില്ല. ഉണങ്ങിയ റൊട്ടിയല്ലാതെ വേറൊന്നുമില്ല. അത് നല്ല ഭക്ഷണമുള്ള കൊണ്ടുവരണം. അതിക്ക് വല്ല കൂട്ടാനും ഉണ്ടോ ചോദിച്ചു. അതിൽ പറഞ്ഞു, നബിയെ കൂട്ടാൻ സുർക്കയല്ലാതെ വേറൊന്നുമില്ല എന്ന് പറഞ്ഞു. അതിൽ പറഞ്ഞു, നിഅമൽ ഉദ്മു അൽ ഖല്ലു, സുർക്ക നല്ല കൂട്ടാനാണല്ലോ എന്ന് കരുതിയിട്ട് സുർക്ക ഇഷ്ടം പോലെ കുടിച്ചോളി എന്നൊന്നും ആ പറഞ്ഞതിന് അർത്ഥമില്ല. അസ്ഥിരുക്കം തന്നെ ദണ്ണ ഉണ്ടാവും സുർക്ക കൂട്ടിയാല്. പെണ്ണേക്ക് ആണുക്ക് മൂത്രക്കടച്ചിലും ഉണ്ടാവും സുർക്ക കൂട്ടിയാല്. പിന്നെന്തേ സാധാരണ പറയണ്ടേ, സുർക്ക ഹദീസിൽ പറഞ്ഞതാണ്, നല്ല ഔഷധമാണ് എന്നൊക്കെ പറയും. സംഗതിയൊക്കെ ശരിയാണ്, വേറൊന്നും ഇല്ലെങ്കിൽ എന്നാണ് അതിന്റെ അർത്ഥം. കാരണം വേറൊന്നും ഇല്ലാത്തവ പറഞ്ഞാണ്. ഏതും സുർക്ക പെരയില് വേണം, അത് സ്റ്റോക്ക് ചെയ്യണം, അത് ആവശ്യം. വേറെ ഒന്നും ഇല്ലെങ്കിൽ കൂട്ടാനാണ്, അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടാവുമ്പോഴല്ല. ഇവിടെ സുർക്കയില്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോഴാണ് എന്ത് പറഞ്ഞത്? നിഅമൽ ഉദ്മു അൽ ഖല്ലു, സുർക്ക നല്ല കൂട്ടാനാണല്ലോ കൊണ്ടേ രേഷം. അത് ഉണങ്ങിയ റൊട്ടിക്കുമാണ്, അതും കൂടി മനസ്സിലാക്കണം. ഉണങ്ങിയ റൊട്ടിയാണ് ഉണ്ടായിരുന്നത്, അയിക്ക് സുർക്ക നല്ല കൂട്ടാനാണ് എന്നേ വരുന്നുള്ളൂ, അല്ലാതെ ബിരിയാണിക്കാണ് എന്നൊന്നും വരുന്നില്ല. അതുകൊണ്ട് ഓരോ ഹദീസുകളുടെയും ശരിയായ അർത്ഥവും അതിന്റെ സാഹചര്യവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന്റെ ഒരു തലങ്ങൾ എടുത്തുകൊണ്ട് നിഅമൽ ഉദ്മു അൽ ഖല്ലു, സുർക്ക നല്ല കൂട്ടാനാകുന്നു പറഞ്ഞാണ്ട് എല്ലാ ഇറച്ചിക്കും മീനുക്കൊക്കെ സുർക്ക കൂട്ടലല്ല.
അല്പൊക്കെ കൂട്ടാം. സുർക്ക ധാരാളമായി കഴിച്ചാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ അത് തിബുൻ നബിക്ക് എതിരാവൂലെന്ന് ചോദിച്ചാൽ തിബുൻ നബി അങ്ങനെ സുർക്ക കുടിച്ചാൻ പറഞ്ഞിട്ടില്ല. സുർക്ക പെരയിൽ വെക്കാനേ പറഞ്ഞിട്ടുള്ളൂ. വേറെ ഒന്നുമില്ലാതെ വരുമ്പോ കുറച്ചെടുത്ത് കൂട്ടാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോ നിഅമൽ ഖല്ലു എന്ന് പറഞ്ഞ് നബി തങ്ങൾ അത് കുടിച്ചു. സുർക്ക കൂട്ടി റൊട്ടി തിന്നു, വെള്ളം കുടിച്ച് സുഖമായിട്ട് കഴിഞ്ഞോടി.